ഇന്ന് നമ്മളൊരു എഗ്ഗ് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇത് ചൂടായി. ഇതിലേക്ക് നമുക്ക് ഉള്ളി, സവോള, ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലൊരു ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയാണ് ഞാനിപ്പോൾ വാട്ടുന്നത്. ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ക്യാപ്സിക്കം ഉള്ളത് ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല കുറച്ചിട്ടൊരൽപ്പം. ഞാൻ കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സിക്കം മുളക് അതിൻ്റെ എരി ഉണ്ടാവില്ല. നമ്മൾ കുറച്ചൊരു ഇത്തിരി ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ ഉപയോഗിക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നായിട്ട് ഇതിൽ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 എഗ്ഗ് പാസ്ത അല്ലേ, അപ്പോൾ ഞാനിപ്പോൾ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്കിത് ഈ പാനിലേക്ക് ഒരു സൈഡിലേക്ക് ഈ മസാല ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇതിൽ തന്നെ ഇട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിൽ വേറെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാനുണ്ട്. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കുക. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ മല്ലിയില തൂക്കി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റിയൊരു പാസ്ത റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.